നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം. സെക്ഷൽ സ്റ്റൈൽ ആൻഡ് ഇൻറ്റിമസി ആണ് നമ്മൾ ഇന്നത്തെ വിഷയം. വീനസിൻ്റെ പാഷൻ ആൻഡ് ഡിസയർ പ്ലാനറ്റ് ആയിരിക്കുന്ന വീനസ് 7th ഹൗസിൽ നിന്നാൽ അതിൻ്റെ ലൈംഗിക ജീവിതം അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ശുക്രന് ബലമുള്ളവർക്ക് പുറമേ ഒക്കെ പറയുമെങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത വിരക്തൻ, ശനിയെപ്പോലെ വിരക്തി അഭിനയിക്കുന്നേ ഉള്ളൂ. പുറത്ത് ഭയങ്കര ഡീസൻസി അഭിനയിക്കുന്നേ ഉള്ളൂ. ഉള്ളിൽ ഡീസൻസി എന്നൊന്നും പറയാൻ പറ്റില്ല, ആ വേർഡ് യൂസ് ചെയ്യുന്നതിന് മോശമാണ്. അങ്ങനെയല്ല, പുറമേ സമൂഹം പറയുന്ന ഡീസൻസി ഇങ്ങനെ പറയുന്ന ഉള്ളൊരു സദാചാരം എന്ന് വേണേൽ പറയാൻ. സദാചാരം വേണ്ടതാണത്. ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ അത് വേണ്ടതാണ്. പക്ഷേ അവരുടെ പേഴ്സണൽ ലൈഫിൽ ഒരാൾ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ശുക്രന് ഏറ്റവും ബലമുള്ളവർ, ശുക്രന് നല്ല ബലമുള്ളവർ. അപ്പോൾ അവരെ നമുക്ക് അവരുടെ ലൈംഗിക രീതികളും അതിൻ്റെ സ്റ്റൈലുകളും വീനസിൻ്റെ ഒരു സൈക്കോളജിക്കൽ സ്റ്റൈൽ, ഇതിൻ്റെ സെക്സിൻ്റെ അല്ലെങ്കിൽ പാഷൻ ആൻഡ് ഡിസയറിൻ്റെ സൈക്കോളജിക്കൽ സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് വിലയിരുത്താം, നോക്കാം, ഒന്ന് നിരീക്ഷിക്കാം. ഒന്നാമത്തേത് ആർട്ടിസ്റ്റിക് ആൻഡ് റൊമാൻറ്റിക് സ്റ്റൈല്, കലാപരമായിട്ടുള്ള ലൈംഗികത എന്ന് വേണേൽ പറയാം. ലൈംഗികത എന്നത് വെറും ഒരു ശാരീരിക പ്രക്രിയയല്ല, അതൊരു കലയാണ് എന്നുള്ളത്. അതുകൊണ്ടായിരിക്കും 64 കലകളിലെ ഒരു കല ഇതായത്. അതിൽ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഭാരതത്തിൽ സ്പിരിച്വാലിറ്റിയിൽ ഇതൊരു മോശം കാര്യമേ ആയിട്ടില്ല. അത് ഈ ആധുനിക ഭാരതീയ ആധ്യാത്മികതയുടെ വക്താക്കൾ ഓവർ സദാചാരം കുത്തിക്കയറ്റി ഈ വെസ്റ്റേൺ ഫിലോസഫിയിൽ നിന്നും കടമെടുത്തിട്ടുള്ള പല കാര്യങ്ങളൂടെ കുത്തിക്കയറ്റിയിട്ടാണ് ഭയമുണ്ടാക്കിയിട്ടുള്ളത്. ധർമ്മവും അധർമ്മവുമാണ്. അധാർമികമായിട്ടുള്ള ലൈംഗികത ദുരിതത്തിനും ശാപതാപങ്ങൾക്കും കാരണമാകുമെന്നും ധാർമ്മികമായിട്ടുള്ള ലൈംഗികത എന്ന് പറയുന്നത് സന്താനങ്ങൾ പരമ്പര ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അതാണും പെണ്ണും അങ്ങനെയൊന്നുമില്ല, അതേ ആയിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ടായിരിക്കാം അത് നല്ല രീതിയിൽ ആസ്വദിക്കാനും ഒക്കെ വേണ്ടിയാവാം കാമസൂത്ര പോലെ. കാമസൂത്ര എന്ന് പറഞ്ഞ ഗ്രന്ഥം മാത്രമല്ല, കുബ്ജിമാരതന്ത്രം, അതേപോലെ രതി കല്ലോലിനി, അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനവധി സാൻസ്ക്രിറ്റ് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ ഒരുപാട് ആയുർവേദത്തിലൊരു പ്രധാന സെഷൻ തന്നെ ഈ വാചീകരണ മെഡിസിൻസിൻ്റെയൊക്കെയാണ്. ഇന്ന് അശ്വഗന്ധയൊക്കെ വളരെ അശ്വഗന്ധയൊക്കെ വളരെ ഫേമസ് ആയതിൻ്റെ കാരണം, മുസ്ലി എന്ന് പറഞ്ഞ നിലമ്പനയാണ്, ഈ ദശപുഷ്പങ്ങളിൽ ഒന്നാണത്. അതിൻ്റെ കിഴങ്ങിന് ഒരു അശ്വഗന്ധ പോലെ വളരെ ഈ ലൈംഗികത ഉത്തേജനത്തിന് ഒരുപാട്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സപ്തധാതുക്കളെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ളതാണ് എന്ന് പറയപ്പെടുന്നു. അത് ആയുർവേദം, അതുപോലെ തന്നെ മോഡേൺ മെഡിസിനിലാണെങ്കിലും ഒക്കെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആൾക്കാർ തങ്ങളുടെ ജീവിതം ആനന്ദകരമാക്കാൻ പല വെറൈറ്റികളായിട്ടുള്ള മെഡിസിൻസ്, പല പല കാര്യങ്ങളും ഓർഗാനിക്കായിട്ടും ഓർഗാനിക് അല്ലാത്തതും സൈഡ് എഫക്റ്റ് ഉള്ളതും സൈഡ് എഫക്റ്റ് ഇല്ലാത്തതുമായിട്ടുള്ള അനവധി കാര്യങ്ങൾ, ആഗ്രഹങ്ങളെ, വാസനകളെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് അവൈലബിളുമായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം അത് ധാർമ്മികമായി ചെയ്താൽ അത് അവരവർക്ക് ഗുണമുണ്ടാവും, അധാർമികമായി ചെയ്താൽ അവരവർക്ക് തന്നെ ദോഷം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഈ അടുത്ത സമയത്ത് പലരും ഇതൊരു പാപമല്ലേ, ഭക്തി കൂടിയാൽ ഭൗതിക വിഷയങ്ങൾ നശിച്ചു പോകുമോ എന്ന് പേടിക്കുന്നവരുണ്ട്. ഭക്തി കൂടിയാൽ ഇതൊക്കെ വയസ്സാം കാലത്തുള്ളതല്ലേ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെയല്ലേ ചെയ്യേണ്ടേ, ഭക്തി കൂടിയാൽ മോശമാവില്ല. ഭക്തി കൂടിയാൽ നിങ്ങൾക്ക് ആകെ ഉണ്ടാകുന്നൊരു ഗുണം, ഭക്തി അല്ലെങ്കിൽ ധ്യാനം, മെഡിറ്റേഷൻ, തപസ് കൂടിയാൽ ഉണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്, അല്ലാതെ ഇതൊന്നും നശിച്ചു പോകുന്നില്ല. പലരുടെ ഒരു ഭയമാണ് ഇമ്പോർട്ടൻസി ഉണ്ടാകുമോ, വിരക്തി വരുമോ എന്നൊക്കെയാണ് ഒരു പേടി. വിരക്തി എന്ന വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതുകൊണ്ടാണ്. വിരക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണോ വേണ്ടയോ എന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാൻ കഴിയുന്ന യുക്തിയുടെ പേരാണ് വിരക്തി. അല്ലാതെ ഋഷിമാരെല്ലാം ഇമ്പോർട്ടൻസി ഉള്ളവരാണ് എന്നും പറയരുത്. അങ്ങനെയാണെങ്കിൽ അവർ ഈ ഗ്രന്ഥങ്ങളൊന്നും എഴുതില്ല. അതൊക്കെ പാശ്ചാത്യ ചിന്താഗതിയുടെ വാക്യപത്രവും പാപബോധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ലൈംഗികത എന്ന് പറയുന്നത് ഒരു ഡിവൈനായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഡിവൈൻ പ്രോസസ്സാണ്. അത് മനോഹരമായൊരു കാര്യമാണ്. അതിനെ ഭക്തിപൂർവം കാണേണ്ടതുമാണ്. അതൊരു ബയോളജിക്കൽ നീഡ് എന്ന് പറഞ്ഞിട്ട്
ഒരു വിശപ്പാണെന്ന് പറഞ്ഞ് കാണുന്നതിനപ്പുറമായിട്ട് അതിനെ വളരെ ഇമോഷണലായിട്ട് വളരെ എന്താ പറയുക, വളരെ ഡിവൈനായിട്ട് അതിനെ കണ്ടാൽ അതിൻ്റേതായ ഒരു ഗുണം നിങ്ങൾക്ക് ജീവിതത്തിൽ, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് സെക്സ് ഒരു പാപമാണ് എന്ന് വിചാരിക്കേണ്ട. ഒരിക്കലും പാപമല്ല. പറയുന്നവരുടെ പോലും ഉള്ളിൽ ഇത് ഉറങ്ങിക്കിടപ്പുണ്ടാവും. അവർക്ക് പേടിച്ചിട്ടോ അല്ലെങ്കിൽ രഹസ്യമായിട്ടോ ഒക്കെ ആയിരിക്കും ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങനെയാണ്. കാരണം പ്രകൃതി എപ്പോഴും സൃഷ്ടിയോന്മുഖമായതുകൊണ്ട് സർവ്വ ജീവജാലങ്ങളിലും അതുണ്ടാവും. അതങ്ങനെയാണ്. ഒരു തരത്തിലല്ലേ വേറൊരു തരത്തിൽ. അതുകൊണ്ട് തന്നെ കലാപരമായിട്ടുള്ള ഒരു റൊമാൻറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത് ശുക്രൻ്റെ കാരകത്വത്തിൽ പെടുന്നതാണ്. അതൊക്കെ നല്ല രീതിയിൽ അനുഭവിക്കാനും ഒരു യോഗം വേണം. അല്ല ചുമ്മാതെ ലൈംഗികത എന്ന് പറഞ്ഞ് നടക്കുന്നതല്ല. അത് നല്ല രീതിയിൽ അനുഭവിക്കണമെങ്കിൽ, നല്ല രീതിയിൽ അത് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ തന്നെ ഇപ്പോൾ ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്മളെടുത്ത് വായിക്കുമ്പം അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോന്ന് നമ്മൾ പ്രാക്ടിക്കലാക്കണമെങ്കിൽ നമുക്ക് എത്രയോ കാലത്തെ ഭക്ഷണങ്ങളുടെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗം, എത്രയോ കാലത്തെ എക്സസൈസ്, അത്രത്തോളം ഫ്ലെക്സിബിലിറ്റി, ഇതിനൊക്കെ ഉപരിയായിട്ട് മനസ്സും ശരീരവും ഒരേ പോയിന്റിൽ എത്തുകയും വേണം. അപ്പോൾ അതൊരു ഈ ഗ്രന്ഥങ്ങളൊക്കെ കേൾക്കുമ്പോൾ, കാമസൂത്ര എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു കുളിര് വരും ആൾക്കാർക്ക്. ഒരു കേൾക്കുമ്പോൾ ക്ലാസ്സിലൊക്കെ ഞാൻ എടുക്കുമ്പോൾ ഒരു കുളിരാണ്, ഒരു ചിരിയൊക്കെയാണ്. ഞാനിതൊക്കെ പഠിക്കാനിരിക്കുമ്പോൾ എനിക്കൊരു ചിരിയാണ്, നമുക്കൊരു ചിരിയൊക്കെ വരും, ഒരു സന്തോഷമൊക്കെ വരും കേൾക്കുമ്പോൾ. അത് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളായതുകൊണ്ട് മലയാളികൾക്ക് കുറച്ച് കുൽസിതം കേൾക്കുമ്പോൾ ഒരു സുഖമാണ്, ഒരു രോമാഞ്ചം. അത് ന്യൂസുകളുടെ രൂപത്തിലാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ്. അതപ്പോൾ ഈ രതി കല്ലോലിനി യോനി തന്ത്രം എന്നൊക്കെ പറയുമ്പോഴത്തേക്കൊരു സുഖമാണ്. പക്ഷെ അത് വായിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് മടക്കി വെക്കും. കാരണം അതിൽ പറയുന്ന കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് വരണമെങ്കിൽ മൃഗജന്മത്തിനപ്പുറമായിട്ട്, ഈ മൃഗീയമായിട്ടുള്ള വാസനകൾക്കപ്പുറമായിട്ട് ദൈവികമായിട്ടുള്ള തലത്തിലേക്ക്, സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ട് ഓഷോയുടെ ഒരു ബുക്കിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേക്കൊക്കെ നമ്മൾ എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആദ്യം നമ്മൾ വളരണം. അതിന് ശരീരത്തെ നല്ല രീതിയിൽ കൊണ്ടു നടക്കണം, നല്ല രീതിയിൽ ഫ്ലെക്സിബിളാക്കി, നല്ല രീതിയിൽ അതിനെ നല്ല പൊന്നുപോലെ നോക്കണം. അത് ഈ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കെമിക്കൽസ് അടിച്ച് സൗന്ദര്യം ഉണ്ടാക്കി മുടിയിൽ കളറടിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആരോഗ്യവും ഓജസ്സും നിലനിർത്തുന്ന രീതിയിൽ അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങളും, ഏതുപോലെയാണോ ഒരു BM പോലത്തെ ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു ഹൈ ലക്ഷറി വണ്ടി മേടിച്ചാൽ ഏതുപോലെയാണോ നമ്മൾ അതിനെ കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്നത്, അതുപോലെ ശരീരത്തെ കെയർ ചെയ്ത് കൊണ്ടു നടക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ അതിശക്തമായിട്ട് അത് ഏത് ജീവിത സാഹചര്യങ്ങളിലാണെങ്കിലും ശരീരത്തെ അത്രയും കെയർ ചെയ്യണം. അതേപോലെ തന്നെ എക്സസൈസ്, കടുത്ത എക്സസൈസുകൾ, പിന്നെ മരുന്നുകളുടെ പ്രയോഗം, ശരീരരക്ഷയ്ക്ക് വേണ്ട മരുന്നുകൾ, ഇതിനോടൊപ്പം. ഇതുകൊണ്ട് മാത്രം കാര്യമില്ല, അതാ ഒരു ഭാഗമേ ആവുന്നുള്ളൂ. അതിൽ കൊണ്ട് മാത്രം വിജയിക്കുന്ന ഋഷിമാർ പറയുന്നില്ല ഇതിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പുറത്ത് മനസ്സാണല്ല. മനസ്സും ശരീരവും അഭേദ്യമായ ബന്ധമുണ്ട്. മനസ്സിന് ശരീരമായിട്ടും ശരീരം മനസ്സുമായിട്ടും ചേർന്ന് വരണമെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യണം. സാധന നല്ല ശക്തമായിട്ട് ഉപാസന ചെയ്യണം. ചെയ്യുന്ന സമയത്താണ് ഇത് വേണോ വേണ്ടയോ, ഇത് നമുക്ക് പറ്റുന്നതാണോ അല്ലയോ, നമ്മുടെ രീതികളാണോ എന്നൊക്കെയുള്ള അതിൽ നിന്നെല്ലാം ഒന്നും അല്ലാതെ നമ്മുടെ വാസനകൾക്കനുസരിച്ചുള്ള സാധനം അതിൽ നിന്ന് പിക്ക് ചെയ്തെടുക്കാനും മുന്നോട്ട് പോകുമ്പം ഒരു തൃപ്തി വന്ന് പിന്നീട് നമുക്ക് ജീവിതത്തിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക്, ഉയർന്ന ഒരു സ്റ്റെപ്പിലേക്ക് വരികയും ചെയ്യും. വരും. 15 വയസ്സിലുള്ള പ്രണയമല്ലല്ലോ, രീതികളല്ലല്ലോ 20 വയസ്സാകും, അതല്ലല്ലോ 25, അതെല്ലാം 35. ഓരോ കാലഘട്ടങ്ങളിലും പലതരത്തിലുള്ള എക്സ്പീരിയൻസ് കഴിയുമ്പോഴും ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചും ആഗ്രഹമില്ലെങ്കിൽ പോലും പലതും നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ലേ. ഇത് ബോധപൂർവം അറിഞ്ഞ് കോംപ്രമൈസ് ചെയ്യുന്നു. കോംപ്രമൈസ് എന്ന് പറയാൻ പറ്റില്ല, ബോധപൂർവം അറിഞ്ഞ് ഓക്കെ ഇത്രയൊക്കെ ഉള്ളല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിസ് ടു ഷാൽ പാസ്, ഇതും കടന്നു പോകും എന്ന് പറഞ്ഞിട്ട് അടുത്ത റേഞ്ചിലേക്ക് ചാടണം. വ്യക്തി നിരപേക്ഷമായിട്ടുള്ളൊരു ആധ്യാത്മികത നമ്മുടെ
ഋഷിമാരുടെയും ഗുരുക്കന്മാരുടെയും സമ്പ്രദായത്തിലേ ഇല്ല. വ്യക്തിത്വ വികസനമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നവർക്ക് അതെവിടെയാണെങ്കിലും, ഒരു താന്ത്രികൻ എന്നുള്ള നിലയിൽ പറയുകയാണ്, നിങ്ങളാരും സന്യാസികളാവാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ, സന്യാസിയുടെ ധർമ്മമല്ല നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ, സന്യാസിയുടെ ധർമ്മം വേറെയാണ്, ഗൃഹസ്ഥാശ്രമിയായിട്ടാണ് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിലൂടെ എല്ലാം കടന്നു പോകേണ്ടി വരും. എന്തിനോടൊക്കെ നിങ്ങൾ അമിതമായി പുറംതിരിഞ്ഞ് നിൽക്കാൻ ശ്രമിക്കുന്നു, അതിലൂടെ എല്ലാം കടന്നു പോകേണ്ടി വരും. അപ്പം മോശമായിട്ട് ജീവിക്കാനാണോ ആഹ്വാനം ചെയ്യുന്നത്? അല്ല. നിങ്ങളുടെ കൂടെ ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ, അതായത് അറിവിൻ്റെ കാലഘട്ടത്തിൽ, എന്നും ആ കാലഘട്ടമുണ്ട്. അത് ഇരുന്നാൽ നിങ്ങൾക്ക് വേണ്ടത് തിരിച്ചറിയും. ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാനും കഴിയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയും എവിടെയൊക്കെയാണ് കുഴപ്പങ്ങളുണ്ടത് എന്ന് മനസ്സിലാക്കി തന്ന് നിങ്ങളെ നല്ല രീതിയിൽ, നമ്മൾ ഓരോരുത്തരെയും, ഞാനും പഠിക്കുകയാണ്, പഠിച്ച് നമ്മളെ സ്വയം വർക്ക് ചെയ്ത് നമ്മളെ മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സുകൾ ഇങ്ങനെ എടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിലെ പല രഹസ്യങ്ങളും ആരും പുറത്തു പറയാറില്ല. ജ്യോതിഷത്തിലെ പല കാര്യങ്ങളും, ജ്യോതിഷി എങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത്, എങ്ങനെയാണ് രീതി, ഒരാളെ കാണുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാവുന്നത്, അവർ പറയുന്ന വാക്കിലൂടെ തന്നെ ആ വാക്ക് ഏത് ഗ്രഹത്തിൻ്റെ കാരകത്വമാണെന്നൊക്കെ നോക്കിയിട്ട് അവർ പറയുന്നൊന്നും ആരും പുറത്ത് പറയാറില്ല. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ അങ്ങ് ഓപ്പണായിട്ട് ഇട്ട് തരുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഇതിൽ സ്വയം വിശ്വസിക്കാതിരിക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇത് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ജാതകവും കൂടെ ഒന്ന് നോക്കിയാൽ പച്ചിലയും കത്രികയും പോലെ കറക്റ്റായിട്ടത് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിനകത്തൊരു വിശ്വാസം വരും. എക്സ്പീരിയൻഷ്യലായിട്ടുള്ള ഒരു ശാസ്ത്രമാണിത്. അപ്പം നിങ്ങൾക്ക് വിശ്വാസം വരും. വിശ്വാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ച് ഇതാണ് ഞാൻ എന്ന് മനസ്സിലാക്കിയാൽ അതിലെ മോശം കാര്യങ്ങളെ മാറ്റി നല്ല കാര്യങ്ങൾ ചെയ്ത് പരമാവധി ധാർമ്മികമായിട്ട് ജീവിക്കാൻ നോക്കുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ ഈ ലോൺലി ഫ്രസ്ട്രേഷൻസും അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസും, ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഈ വിക്ടിം കാർഡ് ഇറക്കുന്ന, നിങ്ങളൊരു വിക്ടിമാണെന്ന് സ്വയം അനുഭവങ്ങളുടെ ഒരു തീച്ചൂളയിൽപ്പെട്ട് സ്വയം ഒരു വിക്ടിമായിരിക്കുന്നതിൽ നിന്നൊക്കെ പുറത്ത് ചാടി ഈ അൺഎക്സ്പെക്റ്റഡായിട്ട് പെയിനൊക്കെ അനുഭവിച്ചുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ പുറത്ത് ചാടി നിങ്ങൾ സ്വതന്ത്രരാകും. ഈ കർമ്മത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് സ്വതന്ത്രരാകുമ്പോൾ തന്നെ കോൺഫിഡൻസ് വരികയും ചെയ്യും. അഹങ്കാരം കുറയും. അനുഭവമുള്ളവന് അഹങ്കാരം ഉണ്ടാവില്ല. അനുഭവമുള്ളവന് അവൻ ചെയ്യുന്ന കഴിവിൽ നല്ല വിശ്വാസമായിരിക്കും. അത് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ചെയ്യാൻ വേറൊരാൾക്ക് പറ്റില്ല. ഞാനെപ്പോഴും പറയാറുള്ളൊരു കാര്യം, എന്നോട് പലരും ചോദിക്കാറുണ്ട്, അങ്ങ് ഈ ക്ലാസ്സുകളൊന്നും ഫീസ് മേടിച്ച് ചെയ്തുകൂടെ എന്നൊക്കെയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫീസ് മേടിച്ച് ചെയ്യാനുള്ള ക്ലാസ്സുണ്ട്, കൺസൾട്ടേഷനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയാറുണ്ട്, ഇത് വേറൊരാൾക്ക് ചെയ്യാൻ കഴിയില്ല. ഈ കണ്ടൻറ്റ് ചിലപ്പം ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ഞാൻ ചെയ്യുന്ന പോലെ ഇത് വേറൊരാൾക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അത് എനിക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. ഒരാളെ ഉള്ളൂ. ഇതിൽ ഒരുപാട് കുറവുകളുണ്ടാവാം, ചിലപ്പം നല്ലതും ഉണ്ടാവാം, പക്ഷേ ഇത് എനിക്കേ പറ്റൂ. അത് എൻ്റെ ദൈവനിയോഗമാണെന്ന് എനിക്ക് മനസ്സിലാക്കി ഞാനതങ്ങനെ അതിനെ കൊണ്ടുപോകുന്നു. അത് ഇപ്പം നിങ്ങളൊരാളാണ് ഇതേ കണ്ടൻറ്റുകൾ നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസുകളും നിങ്ങളുടെ നിരീക്ഷണ ശൈലികളും എല്ലാം അതിൽ വരുമ്പം അതിന് വേറൊരു മാനമുണ്ടാവും. അത് നിങ്ങൾക്കേ ചെയ്യാൻ പറ്റും, എനിക്കൊരിക്കലും പറ്റില്ല. അങ്ങനെയാണ്, ഇൻഡിവിജ്വലാണ് എല്ലാവരും, യുണീക്കാണ് എല്ലാവരും. അപ്പം നമുക്ക് നമ്മളേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ സ്വയം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ, ശുക്രൻ്റെ കാലഘട്ടത്തിൽ പറയാൻ പോകുന്ന വിഷയങ്ങളും നിങ്ങൾക്ക് കാണാം. ആ സമയത്ത് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുകയും നിങ്ങളുടെ ആ ഒരു സെക്ഷൽ സ്റ്റൈൽ, റൊമാൻറ്റിക് സ്റ്റൈൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റുകയും ചെയ്യും എന്നുള്ളതാണ് വിശ്വാസം. ഇതൊരു കലയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. നമുക്ക് തിരിച്ച് വിഷയത്തിലേക്ക് വരാം. ഇവർക്ക് ലൈംഗികത എന്ന് പറയുന്നത് വെറുമൊരു ശാരീരിക പ്രക്രിയയല്ല, മറിച്ച് ഇപ്പം ക്യാൻഡിൽ നൈറ്റ് ഡിന്നർ എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ചില മോഡേൺ ആർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് ഡിഫ്യൂസറൊക്കെ വെച്ച് സുഗന്ധ വസ്തുക്കളൊക്കെ ഇട്ട് സംഗീതം, ചെറിയ മ്യൂസിക്കുകളൊക്കെ കേട്ട് നല്ല ആംബിയൻസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട്
ഇവർക്ക് വളരെ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്നതൊക്കെ. അപ്പം ഈ ക്രൂരമായിട്ടോ മൃഗീയമായിട്ടുള്ള രീതിയിലുള്ളതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. അത് ചൊവ്വയുടെ കാരാഗ്രഹത്തിലൊക്കെ പെടുന്നതാണ്. വളരെ ക്രൂരവും ബലം പിടിക്കുന്നതും ഇങ്ങനെ ഒരു അടിയൊക്കെ അടിച്ചാൽ കൈ ഒടിഞ്ഞു പോകുന്ന രീതിയിൽ ആ ഒരു എന്നുകൊണ്ടടി എന്നൊക്കെ ചോദിച്ചാൽ ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹം പോലും ഒരു അടി താങ്ങാൻ ശേഷിയില്ലാത്തൊരവസ്ഥ വരും. ഇതെന്തോ ഇതെന്ന് ചോദിക്കും. അപ്പം വളരെ മൃദുവായിട്ടുള്ളതും സമീപനം ആയിരിക്കും ഇവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആകർഷകമായിട്ടുള്ളൊരു സമീപനമാണ്. ബംഗാളിയെ വശീകരിക്കാൻ ഒരു സെഡക്ഷന് വേണ്ടിയിട്ട് ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. അപ്പം നോട്ടം അല്ലെ സംസാരം കൊണ്ട് എന്നൊക്കെ ഇവർ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ മൃദുവായ സോഫ്റ്റ് ആൻഡ് ജെൻറ്റിൽ സ്റ്റൈല് നമ്മൾ പറഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ പ്ലേ, നേരിട്ടുള്ള ലൈംഗിക ബന്ധത്തെക്കാൾ ഇവർ ആസ്വദിക്കുന്നത് സ്പർശനം, ചുംബനം അല്ലെങ്കിൽ ഹഗ് ചെയ്യുന്നത്, അതിനിടയിലൂടെ വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നത്, റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുന്നത് ഒക്കെ സിനിമയിലൊക്കെ കാണുന്നത് പോലെയാണ്. അപ്പോൾ അത് വേണേൽ പറയാം, ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. ഈ ഓരോ ഗ്രഹത്തിൻ്റെ ഓരോ കാരകത്വത്തിൽ പെടുന്നതല്ലേ. സിനിമ ഒരു കലയായതുകൊണ്ട് തന്നെ ഈ ശുക്രൻ അല്ലെങ്കിൽ രാഹു ഈ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് മൂവീസ് എന്ന് പറയുന്നത്. അതിനകത്ത് ആ ഒരു ടെക്നിക്കാലിറ്റി, മോഡേൺ സ്റ്റൈലുകളും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശുക്രൻ്റെ ഒരു ഇതും കലയും വരുന്നുണ്ട്. അപ്പം സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഇന്നത്തെ കാലത്ത് വേണേൽ പറയാം. ഇല്ലെങ്കിൽ നമ്മൾ റൊമാൻറ്റിക്കായിട്ടുള്ള ആർട്ട് ഫോമുകൾ കാണുന്ന സമയത്ത് ഈ കാളിദാസൻ്റെ കൃതികളെ ബേസ് ചെയ്തിട്ടുള്ള ആർട്ട് ഫോമുകൾ, അതിലെ റൊമാൻറ്റിക് ഭാഗങ്ങൾ, അല്ലെങ്കിൽ റൊമാൻറ്റിക്കായിട്ടുള്ള കവിതകളുടെയൊക്കെ പ്രസൻറ്റേഷൻസ്, അതിൻ്റെ ഒരു സ്റ്റൈൽ, അതിനുള്ളിലുള്ള കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാവുന്നവർക്ക് ഓരോന്നും മനസ്സിലാവുക. പ്രണയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചില പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടല്ലോ. സിനിമയിലെ പാട്ട് സീനൊക്കെ അതിനെയാണല്ലോ കൂടുതലും ഉത്തേജിപ്പിക്കും. നമ്മളെ മനസ്സിലെ ഉള്ളിലെ ശുക്രനെയാണ് ശരിക്കും. പഴയ ശങ്കറിൻ്റെ അന്യൻ സിനിമയൊക്കെ കാണുന്ന സമയത്ത് ഉള്ള ഒരുപാട് ഡാഫഡിൽ പുഷ്പസിൻ്റെയൊക്കെ നടുക്ക് ഇങ്ങനെ നായികയും നായകനും കൂടെ ഓടിക്കളിക്കുന്നത് ഒക്കെ പൊതുവേദിയിലാണ് കാണുന്നത്. പക്ഷെ അങ്ങനെ അല്ല, അതൊരു കലാപരമായിട്ട് അവർ ആവിഷ്കരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തലം ഇവരുടെ ഇടയിൽ ഇവർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പർശനവും ചുംബനവും അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുന്നതും കുറച്ച് സെഡ്യൂസീവായിട്ട് സംസാരിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമായിരിക്കും ഇവർക്ക് എന്നുള്ളത്. പിന്നെ ഒരു അടിമത്വമുണ്ട്. വളരെ പ്രണയിക്കുന്നവരോട് ഒരു പറ്റാത്തൊരു അടിമത്വം എന്നല്ല, അതിനൊരു എന്താ പറയുക, ഒരു ഇഴുകിച്ചേരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും എന്നുള്ള. പങ്കാളിയെ ആരാധിക്കുന്ന അടിമത്വം എന്നുള്ളതിനേക്കാൾ വലിയ ഒരു ആരാധന ഉണ്ടാകും. പങ്കാളിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാനും അവരെ ആരാധിക്കാനും ഇവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ പങ്കാളി നല്ല വസ്ത്രം ധരിക്കുന്നതും അണിഞ്ഞൊരുങ്ങി നടക്കുന്നതും ഒക്കെ ഇവർക്ക് വളരെ പെട്ടെന്ന് ഉത്തേജിപ്പിക്കുകയും വിഷ്വലി സ്റ്റിമുലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല ശുക്രന് ബലമുള്ള ഒരാൾ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുള്ള ആളുടെ മൊത്തത്തിലുള്ള അപ്രോച്ച് അങ്ങ് മാറും. അവരുടെ ഒരു കാഴ്ചപ്പാട് ഇവരിലേക്ക് വരും എന്നുള്ളവൻ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, നല്ല പെൺകൊച്ചുങ്ങൾ വന്നു കയറിയ ശേഷം നിന്നെ കാണാനൊരു മെനേണ്ടടാകും. അപ്പം മൊത്തത്തിൽ ആ രീതി അങ്ങ് മാറും. അത് പക്ഷെ വ്യാഴത്തിനോ അല്ലെങ്കിൽ ചൊവ്വയ്ക്കോ അതിനൊന്നും അത്ര പ്രാധാന്യമില്ല. ശുക്രൻ ഈ സുഗന്ധ വസ്തുക്കളോടും ഈ മണത്തോടും ഒക്കെ വളരെ ഇഷ്ടമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷ്വലി സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് സ്മെല്ല് വഴി, സുഗന്ധ വസ്തുക്കൾ വഴി, സ്മെല്ല് കണ്ണ് വെച്ച് ഇങ്ങനെ കാണുമ്പം കാണാൻ സൗന്ദര്യമുള്ള ഇതൊക്കെ ഇവർക്ക് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യവും കൂടി ആണ്. ബാഡ് വീനസിൻ്റെ ഒരു ടോട്ടൽ എഫക്റ്റും കൂടെ ടോട്ടാലിറ്റി ആയിട്ടുള്ളൊരു എഫക്റ്റും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തൽക്കാലം നിർത്താം. അപ്പം അതെന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് ദ കേഴ്സ് ഓഫ് ദ സിഗ്നിഫിക്കേറ്റർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കാരകോ ഭാവനാശക എന്നുള്ളത് കാരാഗ്രഹം ഭാവത്തിൽ നിന്നാൽ അത് മോശമായിട്ട് നിന്ന് തുടക്കത്തിൽ വലിയ പ്രണയമായിരിക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ പങ്കാളിയുടെ പെട്ടെന്ന് മടുപ്പ് തോന്നുകയും പുതിയ ആളുകളെ തേടിപ്പോകാനുള്ളൊരു പ്രവണതയും ഇവർക്കുണ്ടാവും. സീക്കിംഗ് നോവലിറ്റി എന്ന് പറയും. അതായത് പുതിയ ആളുകളെ തേടിപ്പോകാനുള്ളൊരു ടെൻഡൻസി വരും. അത് മോശമായിട്ടുള്ള ഒരു ശുക്രനാണെങ്കിൽ. നല്ലൊരു ശുക്രനാണെങ്കിൽ ജാതകത്തിൽ നല്ലൊരു ശുക്രൻ എഴുതി നിൽക്കുകയും വ്യാഴം കേന്ദ്രത്തിൽ എവിടെയെങ്കിലും നിന്നും നല്ലപോലെ ബലപ്പെടുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 7ാം ഭാവം ഒഴിച്ച് മറ്റേതെങ്കിലും കേന്ദ്രത്തിലോ ത്രികോണത്തിലോ നിന്നുകൊണ്ട് ശക്തമായിട്ട് ബലപ്പെടുകയോ ചെയ്താൽ
ഈ കാരകോഭാവനാശക വർക്ക് ചെയ്യില്ല. അവരുടെ ഉള്ളിൽ ആ ഒരു ലോയലിറ്റിയും വ്യാഴത്തിൻ്റെ ആ ഒരുപാട് ക്വാളിറ്റീസും കൂടി ഇതിനകത്ത് ആ വ്യക്തിക്ക് വന്നു ചേരുകയും ചെയ്യുമ്പം നല്ലൊരു വിവാഹ ജീവിതമായിരിക്കും. അതേസമയത്ത് മറിച്ചാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരികയും ചെയ്യും എന്നുള്ളത് ഒന്നാമത്തെ ഒരു ദോഷം ആണ്. രണ്ടാമത്തെ ബാഡ് എഫക്റ്റാണ്, അതായത് ശുക്രൻ മോശമാവുക, പാപഗ്രഹങ്ങൾ രാഹു കേതു ചൊവ്വ ശനി കൂടെ വരിക, നീചനായിട്ട് ഉച്ചനായിട്ട് അംശിക്കാതിരിക്കുക. ഉച്ചനായാലും നീചനായാലും ഒക്കെ പാപബന്ധങ്ങളും പാപമധ്യസ്ഥതയൊക്കെയാണ് ശുക്രൻ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം അത് ഒരു പിഴച്ച ശുക്രൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുണ്ടെങ്കിൽ ഇൻഫിഡിലിറ്റി ആൻഡ് സ്കാൻഡൽസ് ഉണ്ടാവും എന്നുള്ളതാണ്. ശുക്രൻ രാഹുവിനോടോ ചൊവ്വയോടോ ചേർന്നാൽ കുജശുക്ര യോഗം എന്ന് പറയുന്നത് തന്നെ ഒരു ചഞ്ചല മനസ്സിൻ്റെ പ്രതീകമാണ്. അപ്പം അതുപോലെ തന്നെ കുജശുക്രരാഹു യോഗം, ശുക്രരാഹു യോഗം ഒക്കെ എന്ന് പറയുന്നൊരു ഫാൻറ്റസിയാണ്. ശുക്രരാഹു യോഗം എന്ന് പറയുന്നൊരു ഫാൻറ്റസിയാണ്. ഞാനൊരു വീഡിയോ ഇതിനെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. രാഹുകേതുക്കളുടെ പ്ലേലിസ്റ്റിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇവർക്ക് പ്രയാസമായിരിക്കും എന്നുള്ളൊരു വിവാഹേതര ബന്ധങ്ങൾ, അല്ലെങ്കിൽ വിവാഹം കഴിച്ചില്ലെങ്കിൽ പോലും പലതരത്തിലുള്ള എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സ് വിവാഹം കഴിച്ചവരാണെങ്കിൽ അല്ലാത്തവരാണെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ, അതുവഴി കുടുംബം തകരാനുമൊക്കെ ഉള്ളൊരു സാധ്യത വരികയും ചെയ്യാനുള്ളൊരു ഇതുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻഫിഡിലിറ്റി ആൻഡ് സ്കാൻഡൽസ് കുജശുക്രയോഗം അല്ലെങ്കിൽ കുജരാഹു യോഗം വരുമ്പം എന്ന് പറയുന്നത് ഒരു രഹസ്യ ജീവിതം ഉണ്ടാകും. സമൂഹത്തിൽ മനിരാണെങ്കിലും രഹസ്യമായിട്ട് ഇവരൊരു സുഖലോലുപരായിരിക്കും എന്നുള്ളതാണ്. വളരെ കുറിയൊക്കെ ഇട്ട് വളരെ നീറ്റായിട്ടാണെങ്കിൽ ഇവരുടെ ഉള്ളിൽ ഇതായിരിക്കും എന്നുള്ളതാണ്. ബുധൻ്റെ ബന്ധമൊക്കെ വന്നു കഴിഞ്ഞാലും ഈ ഒരുങ്ങി നടക്കുന്നവരുടെ അടുത്ത് ബുധൻ്റെ ബന്ധം വന്നു കഴിഞ്ഞാൽ പെടപ്പൊക്കെ കാണും. ശുക്രൻ ഒരുങ്ങും എന്നേ ഉള്ളൂ, കുറച്ച് സൈലൻ്റ് ആയിരിക്കും. ശുക്രന് ബലമുള്ളവർ കുറച്ച് സൈലൻ്റ് ആയിരിക്കും. പുറമേ നമ്മൾ നോക്കിയുള്ളത് മനസ്സിലാവില്ല. അത് ആ ജാതകം നോക്കിയിട്ട് പിന്നെ നല്ല അടുപ്പമുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാലേ അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അവർക്കറിയാം അതിൻ്റെ ഒരു നാക്ക്, അതങ്ങനെയാണ്. അടുത്തത് ശുക്രൻ്റെ ഒരു മോശം ആയിട്ടുള്ളൊരു പ്രവണത എന്ന് പറയുന്നത് ധൂർത്ത്, എക്സ്ട്രാ വാഗൻസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഫിനാൻഷ്യൽ റൂയിൻ, ഈ മാരേജിന് ശേഷം ഉണ്ടാകുന്ന, മാരേജിലോ അതിന് ശേഷം ഉണ്ടാകുന്ന ധൂർത്ത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നം, അത് കടക്കണിയിലേക്കും ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് നാശമുണ്ടാകാനുള്ളൊരു സാധ്യതയും ഉണ്ട്. അടുത്തത് എന്ന് പറയുന്നത് ഇമോഷണൽ ഡ്രാമാസാണ്. പങ്കാളി അല്പം ശ്രദ്ധ കുറച്ചാൽ പോലും ഇവർ സഹിക്കില്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പം അസൂയ, ജലസി, അതായത് അസൂയ, പൊസസീവ്നെസ് ഒക്കെ കൂടിയിട്ട് ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും വഴക്കാവും. എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ കൂടെ ഇരിക്കുന്നില്ല, എൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല, ബാക്കിയുള്ളതിനെല്ലാം സമയമുണ്ട് എന്നൊക്കെയുള്ള ഇങ്ങനെ പടപടാന്ന് ഇങ്ങനെ ഒന്ന് മാറി പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ നല്ല എയറിൽ നിൽക്കുമായിരിക്കും അപ്പുറത്തേക്കുന്നവർ, പക്ഷെ അതൊന്നും ഇല്ല. ചിലപ്പോൾ മക്കളെ നോക്കണമായിരിക്കും, കുട്ടികളുടെ കാര്യം നോക്കണമായിരിക്കും, അതിനുശേഷം ജോലിക്ക് പോകണമായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വന്ന് തളർന്നിരിക്കുമ്പോഴായിരിക്കും നിനക്ക് എൻ്റെ കാര്യം കെയർ ചെയ്യാൻ പറ്റുന്നില്ല, നിനക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല, നിനക്ക് ബാക്കിയെല്ലാത്തിന് സമയമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കുന്നത്. തിരിച്ചും ഓഫീസിൽ രാവിലെ ഇറങ്ങിപ്പോയിട്ട് ആമാതിരി പ്രഷറും ഒക്കെ സഹിച്ച് വൈകിട്ട് തളർന്ന് ട്രാഫിക്കിലൊക്കെ കിടന്ന് വീട്ടിൽ കയറി വരുമ്പോഴായിരിക്കും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ബന്ധമുണ്ടോ, നിങ്ങൾക്കിപ്പോൾ എന്നോട് പഴയ പോലെ താല്പര്യമില്ലല്ലോ, പോസസീവ്നെസ്, അങ്ങനെ ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ദാമ്പത്യത്തിലൊക്കെ വഴക്കുണ്ടാവും. ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഓരോരുത്തർ കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനിതെല്ലാം അപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കും. നിങ്ങളും ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളൊരാളുടെ ഹൊറോസ്കോപ്പ് എടുത്ത് ചിന്തിക്കുമ്പം അത് പറഞ്ഞ കാര്യങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് അല്ലാന്നോ ആണെന്നോ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു 10, 200, 300 എണ്ണം ഒക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കേസ് സ്റ്റഡിക്ക് വേറെ ഒരു ബുക്ക് മേടിക്കേണ്ട, അത് മതി. അത് തന്നെ ധാരാളം. ഒരു 100 എണ്ണം 200 എണ്ണം ഒരു 1000 എണ്ണം ഒക്കെ കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ. എൻ്റെ കയ്യിലൊരു 10, 35, 40 ഡയറി ഉണ്ട് അതുപോലത്തെ. 1000 എണ്ണമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും റിപ്പീറ്റഡായിട്ട് ഇത് സാധനങ്ങൾ വരും. ആദ്യം ഒരു 10-100 എണ്ണം വരുന്നിടം വരെ നമുക്ക് ഭയങ്കര സ്ട്രഗിളിങ് ആയിരിക്കും. ഇത് മനസ്സിലാക്കിയെടുക്കാനൊക്കെ ഭയങ്കര കൺഫ്യൂഷൻസും സ്ട്രഗിളിങ്ങും ഒക്കെ ആയിരിക്കും. അത് കുറേ വർഷങ്ങൾ കൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് പിന്നെ കാണുമ്പോൾ അറിയാം ഇതാ സംഭവം എന്ന് മനസ്സിലാകുന്നുണ്ടോ. അപ്പം അത് മനസ്സിലാവണം. ഇനി ഒരു 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരു ഷോ ഓഫ് കപ്പിൾസ്
എന്ന് വേണേൽ പറയാം. ശുക്രൻ മോശമാവുന്നവർക്ക്, ശുക്രന് മോശമായി രാഹുബന്ധം അല്ലെങ്കിൽ ബുധബന്ധം ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോ ഓഫ് കപ്പിൾസ് വരും. കാരണം ഇവർക്ക് പൊതുസ്ഥലത്ത് വെച്ച് ഇവരെ ആരെങ്കിലും സ്നേഹിക്കുന്നതും പൊതുസ്ഥലത്ത് വെച്ച് കൈകോർത്ത് നടക്കുന്നതും മറ്റുള്ളവർ ഇവരെ അതിൽ ശ്രദ്ധിക്കുന്നതൊക്കെ ഇവർക്ക് ഭയങ്കര ഒരു സന്തോഷം പോലെ. അത് ബുധൻ ശുക്രബന്ധമാണ്. ശുക്രന് ബുധൻ വരുമ്പോഴാണ് ആ ഒരു ഇത് ഇവർ പ്രണയിക്കുന്നത്, ഉമ്മ വെക്കുന്നതൊക്കെ മറ്റുള്ളവർ കാണുന്നതിലൂടെ ഇവർക്കൊരു സന്തോഷം. ഇപ്പോൾ 7-ൽ ശുക്രൻ നിൽക്കുക, പക്ഷേ അതിൽ ബലമില്ലെങ്കിൽ ആണിത് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ശുക്രന് ബലം കൂടിയിട്ട് അത് ചിലവർ സ്നേഹം കൊണ്ട് കൈപുറത്ത് പിടിച്ചു കിടക്കും. അങ്ങനെയല്ല, ഇത് ബോധപൂർവം ഇതങ്ങനെ ചെയ്യണം, എനിക്കത് അങ്ങനെ ഇഷ്ടമാണ്, എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് നിർബന്ധിപ്പിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അപ്പോൾ അതൊന്ന്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോ ഓഫ് കപ്പിൾസിൻ്റെ കാര്യം പറഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു തലം എന്ന് പറയുന്നത് ഇവർ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സ്നേഹത്തെക്കാളുപരി പങ്കാളിയുടെ സൗന്ദര്യമോ പണമോ ആയിരിക്കും കണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇവർ പെർഫെക്റ്റ് കപ്പിളായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. യാഥാർത്ഥ്യം വീടിനുള്ളിൽ ഇവർ തമ്മിൽ ഒരുപക്ഷെ സംസാരിക്കാറുണ്ടാവില്ല. പുറമോടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഭിനയം മാത്രമായിരിക്കും ഇവരുടെ ദാമ്പത്യം എന്നുള്ളത്. നൈറ്റ് ഡിവോഴ്സ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പരിപാടികളുണ്ട്. നല്ല കുറച്ച് ഹയർ ക്ലാസ്സായി പോയി എന്നൊരൊറ്റ കാരണം കൊണ്ട് പുറത്ത് ഇതൊക്കെ ചെയ്തേ മതിയാവും. ഈ ക്ലാസ് സിസ്റ്റം സൃഷ്ടിച്ചവർ, ഈ കാസ്റ്റ് സിസ്റ്റം മാറ്റിയിട്ട് ക്ലാസ് സിസ്റ്റം സൃഷ്ടിച്ചവർക്ക് പണ്ട് കാസ്റ്റ് സിസ്റ്റത്തിലോ റിലീജിയസ് സിസ്റ്റത്തിലോ ഉണ്ടായിരുന്ന അതേ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. നിസ്സഹായതയാണ്. അവരെന്ത് വിചാരിക്കും എന്നുള്ളത് ഒരു ഭയമാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിനുള്ളിൽ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലും മറ്റുള്ളവരുടെ ഇടയിലുമൊക്കെ വി ആർ പെർഫെക്റ്റ് കപ്പിൾ എന്ന് കാണിക്കുന്നതിൻ്റെ പേരാണ് ദ ഷോ ഓഫ് കപ്പിൾസ്. അത് പുറമോടിക്ക് വേണ്ടിയുള്ള ഒരു അഭിനയം മാത്രമായിരിക്കും എന്നുള്ളതാണ്. ഇത് ശുക്രൻ്റെ ബലക്ഷയവും 7-ാം ഭാവത്തിൻ്റെ ബലക്ഷയവും ശുക്രന് ബുധയോഗം വരികയൊക്കെ ചെയ്യുന്നതാണ്. ഭാവത്തിനും തൽപ്പതിക്കും കാരകാക്യ ഗ്രഹത്തിനും ബലം കുറയുകയും എന്നാൽ ശുക്രൻ്റെ സ്വാധീനവും ബുധൻ്റെ സ്വാധീനമൊക്കെ ഒരുമിച്ച് വരിക, ബുധൻ രാഹു ശുക്രൻ്റെ സ്വാധീനമൊക്കെ ഒരുമിച്ച് വരുമ്പോഴാണ് ഈ വിഷയങ്ങൾ വരുന്നത്. അടുത്തത് ഭൃഗുമംഗള യോഗം അഥവാ വീനസ് മാർസ് കോമ്പിനേഷനാണ്. 7-ാം ഭാവത്തിൽ ശുക്രനും ചൊവ്വയും ഒരുമിച്ച് നിന്നാൽ ഫലം ഇവർക്ക് ലൈംഗികാസക്തി ലിബിഡോ വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. പങ്കാളിക്ക് അതിനൊത്ത് സഹകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇവർ ഉറപ്പായിട്ടും പുറത്ത് വേറെ ബന്ധങ്ങൾ തേടിയിരിക്കും, ഒരു സംശയമില്ല. വരാഹമീരൻ്റെ ഹോരയിൽ ഇത് പറയുന്നുണ്ട്. ഈ ഒരു പ്രമാണം വളരെ എടുത്തു പറയുന്നുണ്ട്. ഇതിനെ പലരും വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാവുന്നവരുടെ ഞാൻ ചോദിച്ചപ്പോൾ അവരങ്ങനെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. വളരെ ഡീസൻ്റായിട്ടായിരിക്കും അവർ ഇടപെടുന്നത്. കുറേയൊക്കെ പക്ഷേ ഇതിനൊരു അപവാദം എന്ന് പറയും. ഈ കുജശുക്രയോഗത്തിൻ്റെ ഒരു അപവാദം എന്ന് പറയുന്നത് വ്യാഴം നന്നായിട്ട് ബലപ്പെട്ട് ഇതിനെ നോക്കിയാലുണ്ടല്ലോ നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ ഇവർ വളരെ ഡീസൻ്റ് ആയിരിക്കും. വളരെ കുറച്ച് വല്ല 1-2 ബന്ധങ്ങൾ വല്ലതും പോയെന്ന് അങ്ങനെ എങ്ങാനും വന്നെന്നുള്ളത് ഒഴിച്ചാൽ വളരെ മാന്യമായിട്ടുള്ളൊരു ജീവിത രീതി ആയിരിക്കും എന്നുള്ളത്. ഇതിൻ്റെ ഒരു ഫലം ഈ കുജശുക്രയോഗം വ്യാഴബന്ധം ഒന്നുമില്ലാതെ വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിലൊന്നും അല്ല കുജൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ലവ് ഹെയ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും എന്നുള്ളതാണ്. കുജശുക്രയോഗത്തിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് ലവ് ഹെയ്റ്റ് റിലേഷൻഷിപ്പ്. അടി ഉണ്ടാക്കുമ്പോൾ ഒട്ടുക്കത്തെ അടിയായിരിക്കും. തല്ലെന്ന് പറഞ്ഞാൽ തല്ല്. നമ്മൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ദൈവം ഇപ്പോൾ ഇവർ ഡിവോഴ്സ് ആകുമെന്ന്. പക്ഷേ സ്നേഹിക്കുമ്പോൾ തീവ്രവും ഭ്രാന്തവുമായിട്ടുള്ള സ്നേഹം, ആ ചൊവ്വയുടെ ഭ്രാന്തും ധൈര്യം, വീര്യം, ദുർബുദ്ധി, പരാക്രമം എല്ലാം കൂടെ ശുക്രൻ്റെ ഇതുമായിട്ട് കമ്പൈൻ ചെയ്യും. ഈ 2 പേരുടെയും കൂടെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ അതിൻ്റെ ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസായിട്ട് ഔട്ട്പുട്ട് വരുന്നത് ഇത് 2ഉം കൂടെ ചേർന്നൊരു സാധനമാണ്. അപ്പോൾ അതാ പറഞ്ഞത് ഭയങ്കര വഴക്കാണെങ്കിൽ ആ അരഗൻസും ഇതും എല്ലാം ഉണ്ട്. തമ്മിത്തല്ലും വഴക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയെല്ലാം. സ്നേഹിക്കുമ്പോൾ തീവ്രമായിട്ടുള്ളൊരു സ്നേഹമായിരിക്കും. ഞാൻ ചൊവ്വയുടെ വീഡിയോ ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണത്. പിന്നീട് വന്ന പല ഹോറോസ്കോപ്പുകളിൽ അത് വരികയും നമുക്ക് നന്നായിട്ട് സംസാരിച്ച് ഇടപെടാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ അറിയാമല്ലോ വളരെ കൂളായിട്ട് നമ്മളോട് ഇടപെടുന്ന ഒരാളാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ
അവരോട് ചോദിക്കാൻ നിങ്ങൾ ഇങ്ങനെയാണോ തമ്പി തല്ലുവോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുമ്പം അതെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയും. കുറച്ചധികം പല കൺസൾട്ടേഷനൊക്കെ 5-6 കൺസൾട്ടേഷൻ ഒക്കെ പല സമയങ്ങളിലായി കഴിഞ്ഞ് 1-2 വർഷത്തെ ബന്ധമൊക്കെ ആയി കഴിയുമ്പം കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആകുമ്പം നമ്മളിത് ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് ചോദിക്കും, ഇങ്ങനെയാണ് എനിക്കറിയാനും കൂടെ വേണ്ടിയാ എന്ന് പറയുമ്പം അത് ഇങ്ങനെയൊക്കെയാണ്, സാറിന് വേണമെങ്കിൽ ഇത് റിസർച്ചിന് ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു തരികയും ചെയ്യും. അപ്പം ഭൃഗുമംഗള യോഗത്തിൻ്റെ ഒരു കാര്യം ഇതാണ്. പങ്കാളിക്ക് അതിനൊത്ത് സഹകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ ഒരു പുറത്ത് പോകും. അതുപോലെ തന്നെ ഈ ഒരു ഭൃഗുമംഗള യോഗത്തിൻ്റെ ഒരു മെയിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അടി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര വഴക്കായിരിക്കും, സ്നേഹിക്കുമ്പോൾ തീവ്രമായ സ്നേഹവുമായിരിക്കും എന്നുള്ളതാണ്. അടുത്തത് ശുക്രൻ രാഹു, ദ ഒബ്സസീവ് ലവർ, ഫാൻറ്റസിയുടെ ആളായിട്ടുള്ള രാഹു. അതിനോടൊപ്പം ശുക്രൻ 7-ൽ ശുക്രൻ രാഹു നിന്നാൽ ഇത് ജാതകന് അസാൻമാർഗികമായിട്ടുള്ള വഴിയിലേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നയിക്കാം. പങ്കാളിയെ വഞ്ചിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ പങ്കാളി അന്യമതസ്ഥതയോ വിദേശവാസിയോ അല്ലെങ്കിൽ വിദേശിയോ ഒക്കെ ആവാം. അത് കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കാം. 7-ൽ രാഹുവൊക്കെ നിൽക്കുന്നവർ ശുക്രൻ്റെ നക്ഷത്രത്തിലൊക്കെ ആണെങ്കിൽ അന്യമതത്തിൽ നിന്നൊക്കെ കല്യാണം കഴിച്ച് അത് ഒളിച്ചോടി കല്യാണം കഴിച്ചിട്ട് അത് വേണ്ടായിരുന്നെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഈ പല കുട്ടികൾ ഈ നമ്മൾ ഇന്നത്തെ നാടൻ ഭാഷയിൽ പയ്യന്മാരെ ഈ കണ്ണാപ്പിമാരെന്നൊക്കെ വിളിക്കുന്ന കുട്ടികൾ, ഞാൻ പലരുടെയും ജാതകമൊക്കെ എടുത്ത് നോക്കുമ്പോൾ പലർക്കും രാഹുവൊക്കെ ശുക്രൻ്റെ നക്ഷത്രത്തിലും ഒക്കെ കണ്ടിട്ടുണ്ട്. എല്ലാവരുടെയും ഇല്ല, നമ്മുടെ കൈ കിട്ടിയതൊക്കെ. അപ്പോൾ ഇവർ ഈ 18-ാമത്തെ വയസ്സിൽ എന്ത് കണ്ടിട്ടാണ് ഈ 19 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സുള്ള ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയത് എന്നൊക്കെ. ഇവരുടെ ഒരു ആന്തമുണ്ടല്ലോ, ഒരു പാട്ട്, ഒരു ജീവിതത്തിൻ്റെ ഒരു കാര്യം അറിയാതെ ഒരു ആന്തമുണ്ട്. ആ പാട്ട് ഞാൻ മറന്നു. സ്ഥിരമായിട്ട് ഒരു ചിലപ്പോൾ ഈ ട്രോളന്മാർ യൂസ് ചെയ്യുന്നൊരു പാട്ടാണ്. പൊന്നും വേണ്ട ഒന്നും വേണ്ട, ഇത് മാത്രമേ. ഈ കൊച്ചുങ്ങളെ കാണുമ്പോൾ നമ്മൾ വളരെ കൊച്ചു പിള്ളേർ 19 വയസ്സല്ല 20 വയസ്സുള്ള കൊച്ചു നരന്ത് പോലുള്ള കുട്ടികളായിരിക്കും. ജീവിതത്തിൻ്റെ ഒരു വിജയങ്ങളും സ്വപ്നം കാണാതെ അല്ലെങ്കിൽ ഒരു വിജയങ്ങളും നേടാൻ ശ്രമിക്കാതെ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് വലിയ നിരീക്ഷണങ്ങൾ ഇല്ലാത്ത ഇപ്പം 19 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സിലുള്ള ഒരാൾ കല്യാണം കഴിക്കുന്നതുകൊണ്ടൊരു പ്രശ്നമില്ല. രണ്ടുപേരും ഒരുമിച്ച് കല്യാണം കഴിച്ച് നേരത്തെ സ്നേഹിച്ച് ഒരുമിച്ച് കുട്ടിക്കാലം മുതലേ സ്നേഹിക്കുന്നവരാണെങ്കിൽ വളരെ നേരത്തെ കല്യാണം കഴിച്ച് ഒരുമിച്ച് അവരവരുടെ പ്രാരാബ്ധം ജീവിച്ച് തീർക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. രണ്ടുപേരും ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് ജോലിക്ക് പോയി അവരവരുടെ പ്രശ്നങ്ങൾ വേറെ ആരും ഇടപെടേണ്ടത്, ഞങ്ങൾ ഒരുമിച്ച് സ്നേഹിച്ചതാണ്, ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളാം, ഞങ്ങളുടെ പ്രതിസന്ധികളൊക്കെ ഞങ്ങൾ തരണം ചെയ്തോളാം, അത്യാവശ്യം സപ്പോർട്ട് വേണ്ടപ്പം വീട്ടുകാരെ ആശ്രയിക്കുകയും അപ്പുറമായിട്ട് പഠിക്കുകയും ജോലി മേടിക്കുകയും അതിനോടൊപ്പം സന്താനങ്ങളെയൊക്കെ നോക്കി പോകുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ അത് വളരെ കൂടുതലായി ഇപ്പം ഈ ഒരു ജനറേഷനിൽ. അവർ വളരെ എഞ്ചിനീയറിംഗ് ഒക്കെ ആകുമ്പോൾ തന്നെ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങും. ജോലിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു കുട്ടിയൊക്കെ ആവും. അതിനുശേഷം അവർ ഒരുമിച്ച് വർക്ക് ചെയ്ത് രണ്ടുപേരുടെ ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് വളരെ ആ ഒരു പുതിയ ട്രെൻഡ് അങ്ങനെ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒരു നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28-29 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പഠിച്ചൊക്കെ കഴിഞ്ഞൊന്ന് സെറ്റിലായതിന് ശേഷമാണ് വിവാഹം കഴിക്കുന്നതുമൊക്കെ. പിന്നെ സെറ്റിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ പെൺകുട്ടികളൊക്കെ 30-32 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടികളൊക്കെ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ കരിയർ ഒന്ന് സെറ്റായിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി കുഞ്ഞുങ്ങൾക്കൊക്കെ പിന്നീട് പല ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് വളരെ നേരത്തെ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. സ്ത്രീകളുടെ ഒരു ഫിസിക്കൽ നേച്ചറൊക്കെ വെച്ചിട്ടാണ് സയൻറ്റിഫിക്കലി അവരത് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, ഈ അടുത്ത സമയത്ത് കണ്ട ഒരു ട്രെൻഡ്, ചിലപ്പോൾ അത് ഫ്യൂച്ചറിൽ അത് നമ്മുടെ കേരളത്തിലേക്കും വരുമായിരിക്കും. വളരെ നേരത്തെ തന്നെ പ്രണയിക്കും, എന്നിട്ട് ഒരുമിച്ച് ജീവിക്കും, എന്നിട്ട് അവർ കല്യാണം കഴിക്കും. ഒരാൾക്കൊക്കെ ആയിരിക്കും ആദ്യം ജോലിയാവുന്നത്. അതിനുശേഷം അടുത്ത ആളും അതിലേക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് ചിലപ്പോൾ ഒരു കുട്ടിയൊക്കെ ആവും, ചിലപ്പോൾ അവരുടെ ഫാമിലിയെയും കൂടി കുട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ ഫാമിലിയെ വെച്ച് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് ജോലിക്ക് പോയി അവരുടെ ലൈഫൊക്കെ ബിൽഡ് ചെയ്തെടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഈ അച്ഛനമ്മമാരൊക്കെ വളരെ ചെറുപ്പമായിരിക്കും. അപ്പോൾ അവർ ഈ കുട്ടിയൊക്കെ നോക്കി ഇവരുടെ കൂടെ നിന്ന് അങ്ങനെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി വീണ്ടും ചെറിയ രീതിയിലൊക്കെ പൊങ്ങി വരുന്ന കുറച്ച് കാര്യങ്ങൾ അവരുടെ കൺസൾട്ടേഷൻസ് ഞാൻ കണ്ടു. അപ്പം അത് എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ ഒരു 45-47 വയസ്സാകുമ്പോൾ ഈ കുട്ടികളെല്ലാം വലിയ കുട്ടികളാവും, വലിയ ഇതാവും, അവർ സക്സസ്ഫുൾ ആവും. പിന്നെ ഇവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പറ്റും. രണ്ടുപേർക്ക് ജോലിയുണ്ട്, ഫാമിലിയുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് വലിയ ഇൻസെക്യൂരിറ്റീസ് വളരെ ഫോക്കസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് പോകുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ അങ്ങനെയും കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ മറ്റവരെ കുറിച്ച് പറഞ്ഞപ്പോൾ കണ്ണാപ്പീസ് നിന്ന് ട്രോളന്മാർ വിളിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. വളരെ
ദാരിദ്ര്യാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് അവരത് ചെയ്താൽ അവരെങ്ങനെ ജീവിക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷേ അത് ഞാൻ പലപ്പോഴും അത് നോക്കുമ്പം ഈ ഒരു രാഹു ശുക്ര ബന്ധം അവിടെ വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അതും കൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഫൈനൽ ഇതിനെ ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 7-ലെ ശുക്രൻ എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ തേനിരിക്കുന്ന ഒരു പാത്രമാണ്. നല്ലതാണെങ്കിൽ ജീവിതം മധുരമുള്ളതായിരിക്കും. ആവശ്യത്തിന് അത് ഉപയോഗിച്ച് കൃത്യമായിട്ട് പോയാൽ എത്ര ഔഷധ ഗുണമുള്ളതാണെന്ന് പറഞ്ഞാലും ഒരു ഉറുമ്പ് അവിടെ ചെന്ന് അതിനകത്തുനിന്ന് ആവശ്യമുള്ളത് എടുത്താൽ, ഉറുമ്പിനെ പോലെ അതിനുള്ളിൽ ചെന്ന് ആവശ്യമുള്ളത് എടുത്താൽ പണവും പ്രണയവും ഭൗതിക സുഖങ്ങളും എല്ലാം ഉണ്ടാവും. ഒരു ചീത്തയായ ശുക്രനാണ് അല്ലെങ്കിൽ ബാഡ് എഫക്റ്റുള്ള ഒരു ശുക്രനാണ് എങ്കിൽ ആ തേനിൽ ഉറുമ്പ് വന്നിരുന്നിരുന്നിരുന്ന് കുടിച്ച് മത്ത് പിടിച്ച് ആ തേനിലേക്ക് വീണ് ഇല്ലാതാവും. സുഖഭോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിതം എന്നേക്കുമായി നശിച്ച് ഇല്ലാതായി പോവുകയും ചെയ്യും. അപ്പം അതോർക്കുക. ഇതിനുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിച്ച് ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് മാറ്റേണ്ടത് മാറ്റുകയും മാറ്റണ്ടാത്തത് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ധാർമ്മികമായിട്ട് അടിച്ചമർത്തില്ല, പ്രഷർ ചെയ്യല്ല, ധാർമ്മികമായിട്ട് അതിനെ മാറ്റുക എന്നുള്ളതാണ്. മോശം സ്വഭാവമാണെങ്കിൽ, അനാവശ്യ സ്വഭാവമാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗ്രോസ് ലെവലിലുള്ള പരിഹാരം. അതുതന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം. അതോടൊപ്പം തന്നെ സെറ്റിൽ ലെവലിൽ അതിന് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് മഹാലക്ഷ്മി പ്രീതി വരുത്തുക. ഉമാമഹേശ്വര പൂജകൾ, ഉമാമഹേശ്വരനെ നന്നായി ആശ്രയിക്കുക. അതോടൊപ്പം തന്നെ ശുക്രൻ രാഹു ഒക്കെ ആണെങ്കിൽ നാഗരാജാവിനെ നന്നായിട്ട് ആശ്രയിക്കുക. അതേപോലെ നാഗരാജാവിന് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു ഏരിയയാണിത്. അപ്പോൾ അതുപോലെ തന്നെ യക്ഷിയമ്മ, തെക്കൻ കേരളത്തിലൊക്കെയാണ് യക്ഷിക്ക് പൂജകൾ. കലയുടെ ദേവതയത്. മിക്കപ്പോഴും അത് പാട്ടമ്പലങ്ങളിലൊക്കെ ആയിരിക്കും യക്ഷിയമ്മയുടെ സ്ഥാനം വരുന്നത്, തെക്കൻ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും. അപ്പോൾ ആ ഒരു പാട്ട് നടക്കുന്നിടത്ത്, കച്ചേരി നടക്കുന്നിടത്ത്, ഡാൻസ് നടക്കുന്നിടത്ത്, കൂത്തുപുരകളിലൊക്കെ ആയിരിക്കും ഒരു പക്ഷേ യക്ഷിയമ്മയുടെ സ്വാധീനം വരുന്നത് അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ ആ ഒരു കലയുടെ ദേവതയാണ്. അതുകൊണ്ട് തന്നെ ആ ദേവതയെ ആശ്രയിക്കാം. അതേപോലെ ദാമ്പത്യ ദുരിതത്തിനുമൊക്കെ ദേവിയെ ആശ്രയിക്കാം. അതേപോലെ മഹാലക്ഷ്മി അന്നപൂർണേശ്വരിയെയും ആശ്രയിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ശുക്രനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ടായിരുന്നത്. അടുത്തത് നമുക്ക് ശുക്രനെക്കുറിച്ചുള്ള വീഡിയോകൾ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ശനിയെക്കുറിച്ചുള്ള വീഡിയോസ് അടുത്ത ക്ലാസ് മുതൽ പഠിക്കാം. വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഗ്രഹമാണ് ശനി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പം ഈ വീഡിയോ കാണുന്ന, പഠിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ഇഷ്ടപ്പെടാത്തവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും മഹാലക്ഷ്മിയും അന്നപൂർണേശ്വരിയും ഗണപതി ഭഗവാനും അതുപോലെ യക്ഷിയമ്മയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.